Hey guys, welcome back to the channel KP Question Bank. This is our 8th video. Question Bank Instagram, Telegram, അതേപോലെ വാട്സ്ആപ്പ് ചാനൽ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ എല്ലാവരും പോയി ഫോളോ ചെയ്യുക. ഇന്ന് നമ്മൾ നോക്കാൻ പോണ ക്വസ്റ്റ്യൻ പേപ്പർ 5th സെം BSc ഫിസിക്സിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക്സ് 2 എന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2018th ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ പോണത്. സോ സെക്ഷൻ എ എന്ന് പറയുന്നത് ആൻസർ ഇൻ എ വേർഡ് ഓർ ഇൻ ഫേസ് ആൻസർ ആൾ ക്വസ്റ്റ്യൻസ് ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 1 മാർക്ക്. 1 മാർക്ക് ചോദ്യമാണ് സെക്ഷൻ എയിലുള്ളത്. ഫസ്റ്റ് വൺ ഡിഫൈൻ പോയിന്റിംഗ് വെക്ടർ. Second one, write down the Faraday's law of electromagnetic induction in an internal form. Faraday's law in electromagnetic induction internal forms എഴുതി കൊടുക്കാനാണ് സെക്കൻഡ് ചോദ്യം ചോദിക്കുന്നത്. നെക്സ്റ്റ് തേർഡ് വൺ, ഇഫ് ദ RMS വാല്യൂ ഓഫ് വോൾട്ടേജ് ഓഫ് ആൻ സോഴ്സ് ഈസ് 100 volts, ഇറ്റ്സ് പീക്ക് വാല്യൂ ഓഫ് ദ വോൾട്ടേജ് വിൽ ബി. RMS വാല്യൂ വോൾട്ടേജിൽ 100 volts ആണെങ്കിൽ അതിൻ്റെ പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് എത്രയായിരിക്കും എന്നാണ് തേർഡ് ക്വസ്റ്റ്യൻ. Next, fourth one, if I0 is the maximum value of the current in an LR circuit connected to a cell of steady EMF E, then write down the expression for the instantaneous current in the circuit at a time t. അതായത് ഒരു സെല്ലിൽ കണക്ട് ചെയ്യപ്പെട്ട LR സർക്യൂട്ടിൻ്റെ മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് എന്ന് പറയുന്നത് I0 ആണെങ്കിൽ, അതേപോലെ അതിൻ്റെ സ്റ്റഡി EMF ഇയും ആണെങ്കിൽ അതിൻ്റെ ടൈം ടി എന്ന് പറയുന്ന ആ ഒരു ടൈം ടി പറയുന്ന ഇരിക്കുന്ന ഇൻസ്റ്റൻറ്റീനിയസ് കറണ്ടിൻ്റെ എക്സ്പ്രഷൻ എന്താണെന്ന് എഴുതി കൊടുക്കാനാണ് ഫോർത്ത് ചോദ്യം വായിക്കണം. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ, ആൻ ഐഡിയൽ കറണ്ട് സോഴ്സ് ഈസ് ദാറ്റ് വോൾട്ടേജ് സോഴ്സ് ഹൂസ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഈസ് ഇൻറ്റേർണൽ സർക്യൂട്ടിൻ്റെ സോഴ്സ് വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും എന്നാണ് ഫിഫ്ത്ത് ചോദ്യം. നെക്സ്റ്റ് 6 to 10 ക്വസ്റ്റ്യൻസ് ട്രൂ ഓർ ഫാൾസ് ആണ്. നെക്സ്റ്റ് സിക്സ്ത് വൺ, ഫോർ എ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ ടു ബി ബ്ലാസ്റ്റിക് ദ മൂവ്മെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ മൂവിങ് സിസ്റ്റം ഷുഡ് ബി ലാർജ്. മൂവിങ് കോയിൽ ഗാൽവാമീറ്റർ ബ്ലാസ്റ്റിക് ആണെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ് ഓഫ് ഇനേർഷ്യ, ഒരു മൂവിങ് സിസ്റ്റത്തിൻ്റെ മൂവ്മെൻറ്റ് ഓഫ് ഇനേർഷ്യ ലാർജ് ആയിരിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് സെവൻത്ത് വൺ, അറ്റ് വെരി ലോ ഫ്രീക്വൻസി എ സീരീസ് RC സർക്യൂട്ട് ബിഹേവ് ലൈക്ക് എൻ പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ട്. ഒരു RC സർക്യൂട്ടിൽ ലോ ഫ്രീക്വൻസി സീരീസ് ആയിരിക്കുമ്പോൾ അത് പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ടായിട്ട് ബിഹേവ് ചെയ്യുമോ ഇല്ലയോ എന്നാണ് ചോദിക്കണം. Next, eighth one, efficiency of power transfer when the maximum transfer of power occurs is 100%. Transfer of power maximum 100% ആണെങ്കിൽ അതിൻ്റെ efficiency of power transfer പറയുന്നത് ഒക്കെ 100% ആണോ അല്ലയോ എന്നാണ് ചോദിക്കുന്നത്. Next, ninth one, parallel component of H are continuous at a boundary between a two different medium. ഹെച്ചിൻ്റെ പാരലൽ കോമ്പോണൻറ്റ് രണ്ട് ഡിഫറെൻറ്റ് മീഡിയം തമ്മിൽ ബൗണ്ടറീസിൽ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്നാണ് നയൻത്ത് വൺ. നെക്സ്റ്റ് ടെൻത്ത് വൺ, ഫോർ എ മോണോക്രോമാറ്റിക് പ്ലെയിൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ദ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് കോൺട്രിബ്യൂഷൻ ആർ ഈക്വൽ. മോണോക്രോമാറ്റിക് പ്ലെയിനിൽ ഇരിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്, ദ ഇലക്ട്രിക്കൽ അതേപോലെ മാഗ്നറ്റിക് കോൺട്രിബ്യൂഷൻ എല്ലാം ഈക്വൽ ആണോ അല്ലയോ എന്നാണ് 10th ചോദ്യം. സോ ഇതാണ് സെക്ഷൻ എ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്ഷൻ ബി. 2 അല്ലെങ്കിൽ 3 സെൻറ്റൻസ് ഇതിൽ എഴുതണം. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം. ഓരോ ക്വസ്റ്റ്യൻസും 2 മാർക്കാണ് ക്യാരി ചെയ്യാൻ. സോ 11th വൺ, വാട്ട് ഡു യു മീൻ ബൈ പോളറൈസേഷൻ ഓഫ് എ വേവ്? ഒരു വേവിടെ പോളറൈസേഷൻ എന്താണ്? അതേപോലെ ഹൗ ദ പോളറൈസേഷൻ വെക്ടർ ഈസ് റിലേറ്റഡ് ടു ദ പ്ലെയിൻ ഓഫ് വൈബ്രേഷൻ. വൈബ്രേഷൻ എന്ന പ്ലെയിനിൽ പോളറൈസേഷൻ വെക്ടർ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് അതാണ് 11th വൺ. നെക്സ്റ്റ് 12th വൺ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കണ്ടക്ഷൻ കറണ്ട് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. കണ്ടക്ഷൻ കറണ്ടും ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ. 13th വൺ, ഡിഫൈൻ ഇൻറ്റൻസിറ്റി ആൻഡ് റേഡിയേഷൻ പ്രഷർ ഓഫ് എൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ഇൻറ്റൻസിറ്റിയും ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ റേഡിയേഷൻ പ്രഷറും കുറിച്ച് ഡിഫൈൻ ചെയ്യുക. സോ 14th വൺ, ആൻ EMF E is equal to E is applied across a series LC circuit. Derive the expression for the average power. What do you mean by voltless current? EMF E പറയുന്നത് E ആണെങ്കിൽ അക്രോസ് ദി സീരീസ് LCR സർക്യൂട്ടിൽ
EMF പറയുന്നത് E ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആവറേജ് പവറിനെ ഡെറിവേറ്റ് ചെയ്തെടുക്കുക. അതേപോലെ എന്താണ് വാൾട്ട്ലെസ് സർക്യൂട്ട് എന്ന് എഴുതി കൊടുക്കുക. ഇതാണ് 14th വൺ. നെക്സ്റ്റ് 15th വൺ, റൈറ്റ് ദ ഫിസിക്കൽ കണ്ടന്റ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്. അവിടെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഫിസിക്കൽ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് 16th വൺ, സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ക്രിഫോസ് വോൾട്ടേജ് ലോ ആൻഡ് കറണ്ട് ലോ. ക്രിഫോസ് വോൾട്ടേജ് ലോവും കറണ്ട് ലോ എന്താണെന്ന് സ്റ്റേറ്റ് ചെയ്ത് കൊടുക്കുക. 17th വൺ, ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും റെസിസ്റ്റൻസും EMF E പറയണ ഒരു സെല്ലിൽ സീരീസിൽ കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ അലൗഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കണ്ടെത്തേണ്ടത് എല്ലും സിയും ആറും ഡാംപ്ഡ് ഓസിലേറ്ററിൽ റിലേഷൻഷിപ്പിനെ കണ്ടെത്തുക. അതേപോലെ ഫ്രീക്വൻസി ഓഫ് ഒരു സർക്യൂട്ടിലുള്ള ഫ്രീക്വൻസി ഓഫ് ഓസിലേഷനും കണ്ടെത്തുക. ഇതാണ് 17th വൺ. നെക്സ്റ്റ് മൂവ് ടു ദ സെക്ഷൻ സി. ഏതെങ്കിലും 5 ചോദ്യം എഴുതുക. ഓരോ ചോദ്യം 4 മാർക്കാണ്. ഒബ്റ്റെയിൻ ആൻ എക്സ്പ്രഷൻ ഫോർ ആൻ എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ആൻ inductor when a steady current I0 is established in it. 19th one, state Ampere's law in magnetostatics show that Ampere's law fails for non-steady current. മാഗ്നറ്റോസ്റ്റാറ്റിക്കിൽ ആംപിയേഴ്സ് ലോന്ന് സ്റ്റേറ്റ് ചെയ്യുക. അതേപോലെ ആംപിയേഴ്സ് ലോ പറയുന്നത് നോൺ സ്റ്റഡി കറണ്ടിൽ ഫെയിൽസ് ആവുന്നു പ്രൂവ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് 20th ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് how the constant of ballistic galvanometer can be determined using Hilbert's magnetic state. എങ്ങനെയാണ് ബ്ലാസ്റ്റിക് ഗാൽവനോമീറ്ററിൻ്റെ കോൺസ്റ്റൻറ്റ് ഹെലിബർട്ട്സ് മാഗ്നറ്റിക് സ്റ്റാൻഡ്സ് ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന എന്ന് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് 21th ക്വസ്റ്റ്യൻ, ഗിവ് ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ നോട്ടോണൈസിങ് എ സർക്യൂട്ട് നെറ്റ്വർക്ക്. അത് ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റെപ്സ് എഴുതി കൊടുക്കുക. Next 22, derive an expression for a velocity of propagation of a plane electromagnetic wave in a medium of permeability and permittivity. പെർമിയബിലിറ്റിയും പെർമിറ്റിവിറ്റിൻ്റെ മീഡിയത്തിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്ലെയിനിൽ വെലോസിറ്റി ഓഫ് പ്രൊപ്പഗേഷൻ്റെ എക്സ്പ്രഷൻസ് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് 23rd, obtain an expression for the growth and decay of the charge in a capacitor through a resistance. റെസിസ്റ്റൻ്റ് വഴി കപ്പാസിറ്ററിൻ്റെ ചാർജ് ഗ്രോത്ത് ആണെന്നും ഡികേ ആണെന്ന എക്സ്പ്രഷൻസിനെ ഒപ്റ്റെയിൻ ചെയ്ത് കൊടുക്കുക, എഴുതി കൊടുക്കുക. നെക്സ്റ്റ് 24, എക്സ്പ്ലെയിൻ ഹൗ ഗിവൺ വോൾട്ടേജ് സോഴ്സ് വിത്ത് എൻ റെസിസ്റ്റൻറ്റ് സീരീസ് റെസിസ്റ്റൻസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ആൻ ഇക്വലൻറ്റ് കറണ്ട് സോഴ്സ് വിത്ത് എൻ പാരലൽ റെസിസ്റ്റൻസ്. 24th ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് സീരീസ് റെസിസ്റ്റൻസിലിരിക്കുന്ന വോൾട്ടേജ് സോഴ്സ് പാരലൽ റെസിസ്റ്റൻസിലിരിക്കുന്ന ഇക്വാലന്റ് കറണ്ട് സോഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. സോ മൂവ് ടു ദ സെക്ഷൻ ഡി. സെക്ഷൻ ഡി പറഞ്ഞ ഏതെങ്കിലും 4 ചോദ്യം എഴുതുക. ഓരോ ചോദ്യവും 4 മാർക്സ് ആണ് ക്യാരി ചെയ്യണത്. സോ 25th വൺ, ഫൈൻഡ് ദ ഇൻഡ്യൂസ്ഡ് EMF ഇൻ ആൻ 50 cm റോഡ് മൂവിംഗ് വിത്ത് ആൻ വെലോസിറ്റി ഓഫ് 20 m/s പെർപെൻഡിക്കുലർ ടു ദ ഫീൽഡ് ഓഫ് 2 × 10⁻⁻⁴. ഈ ഇൻഡ്യൂസ്ഡ് EMF ആണ് കണ്ടെത്തേണ്ടത്. ഗിവൺ സോഴ്സസ് പറയുന്നത് റോഡിൻ്റെ സെൻറ്റിമീറ്റർ 50 cm, വെലോസിറ്റി പറയുന്നത് 2 m/s ആൻഡ് ഫീൽഡ് തന്നിട്ട് ഫീൽഡ് പറയുന്നത് 2 × 10⁻⁻⁴. ഇതാണ് 25th ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 26th വൺ, എ സർക്യൂട്ട് കണ്ടെയ്നിങ് റെസിസ്റ്റൻസ് 200 ohm ആൻഡ് ഇൻഡക്റ്റൻസ് അറ്റ് 50 ഹെൻറി connected in series to an EMF 100 volt. If the source is switched off, what will be the current at the end of A 1/4 of a second and B 1/2 of a second? Given sources പറയുന്നത് resistance equal to 200 ohm, inductance equal to 5 ഹെൻറി ആൻഡ് EMF പറയുന്നത് 100 volt. ഇത് സീരീസ് കണക്റ്റിലാണ് ഒരു സർക്യൂട്ടിൽ കൂടെ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണെങ്കിൽ അതിനെ സ്വിച്ച് ഓഫ് ചെയ്തു. അതിനുശേഷം വാട്ട് വിൽ ബി ദ കറണ്ട് അറ്റ് ദ എൻഡ്? എ പറയുന്നത് 1/4 of the second ആൻഡ് ബി സെക്ഷൻ ക്വസ്റ്റ്യൻ പറയുന്നത് 1/2 a second. ഇതാണ് 26. നെക്സ്റ്റ് 27th ക്വസ്റ്റ്യൻ, ആൻ AC supply of frequency 10,000 and 1110 voltage is connected across a circuit containing a resistance of 10 ohm and inductance of 1 mH and capacitor of 1 UF. Find the value of the current. What must be the value of the capacitance in the order that the current may be maximum? Given sources പറയുന്നത്
AC സപ്ലൈ ആണ്. അതിൻ്റെ ഫ്രീക്വൻസി 10,000 ആൻഡ് വോൾട്ടേജ് 110, റെസിസ്റ്റൻസ് 10 ohm ആൻഡ് ഇൻഡക്റ്റൻസ് 1 mH ആൻഡ് കപ്പാസിറ്റർ 1 UF. ഇതൊക്കെയാണ് ഗിവൺ സോഴ്സ്. നമുക്ക് കണ്ടെത്തേണ്ടത് വാല്യൂ ഓഫ് കറണ്ടും അതേപോലെ കറണ്ട് മാക്സിമം ആകുകയാണെങ്കിൽ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ എന്തായിരിക്കും. ഇത് രണ്ടെണ്ണമാണ് കണ്ടെത്തേണ്ടത്. നെക്സ്റ്റ് 28th ക്വസ്റ്റ്യൻ. A solenoid has a length of 1 meter. The number of turns per meter is 5 into 10 raised to 4 and the diameter is 0.05 meter. Find the magnetic flux when a current 2 ampere flow through it. Also calculate the self inductance of the coil. ഒരു സോളിനോയിഡിന് ക്വസ്റ്റ്യൻ ആണ്. ആ സോളിനോയിഡ് ലെങ്ത് പറയുന്നത് 1 മീറ്റർ ആണ്. നമ്പർ ഓഫ് ടേൺസ് പെർ മീറ്റർ പറയുന്നത് 5 into 10 raised to 4. അതേപോലെ ഡയാമീറ്റർ 0.05 മീറ്റർ. ഇതൊക്കെയാണ് ഗിവൺ സോഴ്സ്. ഇത് ഉപയോഗിച്ച് കണ്ടെത്തേണ്ടത് 2 ആംപിയേഴ്സ് കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്തായിരിക്കുന്നു, ആ കോയിലിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസിനും കാൽക്കുലേറ്റ് ചെയ്യാനാണ് 28th ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 29th one. Show that the standing wave f of z, t equal to a sin kz cos kvt satisfy the classical wave equation. Next 13th question. An EMF 200 volt and 50 hertz is applied to a circuit containing an inductance of 100 mH and an resistance 25 ohm in series. Calculate the magnitude and phase of the current. 13th ക്വസ്റ്റ്യനിൽ ഗിവൺ സോഴ്സസ് പറയണത്, ഒന്നാമത്തെ കാര്യം അത് സീരീസ് കണക്ഷനിലാണ് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഗിവൺ സോഴ്സ് EMF is equal to 200 voltage and frequency is equal to 50 hertz, inductance is equal to 100 mH and resistance equal to 25 ohm. ഇതൊക്കെയാണ് ഗിവൺ സോഴ്സ്. ഇത് ഉപയോഗിച്ച് കണ്ടെത്തേണ്ടത് മാഗ്നിറ്റ്യൂഡും ഫേസ് ഓഫ് ദ കറണ്ടാണ് കണ്ടെത്തേണ്ടത്. നെക്സ്റ്റ് 31st ക്വസ്റ്റ്യൻ. Find the current through the load of resistance RL using Thevenin's theorem. Thevenin's theorem ഉപയോഗിച്ച് റെസിസ്റ്റർ RL കൂടെ പാസ് ചെയ്യുന്ന കറണ്ടിനെ കണ്ടെത്തുക. ഗിവൺ സോഴ്സ് പറയുന്നത് VS is equal to 10 voltage, R1 equal to R3 equal to 10 ohm, R2 is equal to 5 ohm and RL is equal to 100 ohm. So ഇതാണ് സെക്ഷൻ D. നെക്സ്റ്റ് മൂവ് ടു ദ സെക്ഷൻ E. എസ് എ ചോദ്യങ്ങളാണ്. ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ ചെയ്യുക. ഓരോ ക്വസ്റ്റ്യൻസും 10 മാർക്സ് ആണ് ക്യാരി ചെയ്യാൻ. 32. Derive the transmission and reflection coefficients of an plane wave of frequency A traveling in a direction and polarizing in the x direction falling at the interface of a 2 linear medium at a normal incident. ഒരു ഫ്രീക്വൻസി എ പറഞ്ഞ പ്ലെയിൻ വേവിൻ്റെ ട്രാൻസ്മിഷനും റിഫ്ലക്ഷൻ കോയിഫിഷ്യൻ്റ് ആണ് ഡിറൈവ് ചെയ്യാൻ പറഞ്ഞിരിക്കണേ. നെക്സ്റ്റ് 33rd one. Explain self induction and mutual induction. സെൽഫ് ഇൻഡക്ഷനും മ്യൂച്വൽ ഇൻഡക്ഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. നെക്സ്റ്റ് ഡിറൈവ് ആൻഡ് എക്സ്പ്രഷൻ ഓഫ് ആൻ ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ബിറ്റ്വീൻ എ കോയിൽ കെയറിംഗ് AC ആൻഡ് നൈബർ കണ്ടക്ടർ. ഒരു നൈബറിംഗ് കണ്ടക്ടറും AC കോയിലും തമ്മിലുള്ള റിപ്പൾഷൻ ഫോഴ്സിൻ്റെ എക്സ്പ്രഷനെ ഡിറൈവ് ചെയ്യുക. ഇതാണ് 33rd one. നെക്സ്റ്റ് 34th question. With the necessary theorem, explain how the self-inductance of a coil can be measured using Anderson's bridge. Anderson bridge ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു സെൽഫ് ഇൻഡക്റ്റൻസ് കോയിൽ മെഷർ ചെയ്യപ്പെടുന്നതെന്ന് ഒരു നെസസറി തിയറം വെച്ച് പറഞ്ഞു കൊടുക്കുക. ഇതാണ് 34th one. നെക്സ്റ്റ് 35th one. Explain the operator method in steady AC circuit. AC സർക്യൂട്ട് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഓപ്പറേറ്റിംഗ് മെത്തേഡാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഡിസ്കസ് ദ തിയറി ഓഫ് LR സർക്യൂട്ട് വെൻ എൻ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഈസ് അപ്ലൈഡ് ടു ഇറ്റ്. LR സർക്യൂട്ടിലോട്ട് ആൾട്ടർനേറ്റിംഗ് കറണ്ട് അപ്ലൈ ചെയ്യുമ്പോഴുള്ള തിയറി ഡിസ്കസ് ചെയ്യാം. ഒബ്റ്റെയിൻ എക്സ്പ്രഷൻ ഫോർ ദ കറണ്ട് ആൻഡ് ഇംപെഡൻസ് ഓഫ് ദ സർക്യൂട്ട്. സർക്യൂട്ടിൻ്റെ ഇംപെഡൻസും കറണ്ടും എക്സ്പ്രഷൻസിനെ ഒബ്റ്റെയിൻ ചെയ്യുക. ഇതാണ് 35th one. സോ ഇതാണ് 5th സെമ്മയുടെ ഇലക്ട്രോഡൈനാമിക് 2 ക്വസ്റ്റ്യൻ പേപ്പർ 2018 ക്വസ്റ്റ്യൻ പേപ്പർ. സോ 2019, 20, 21 ക്വസ്റ്റ്യൻ പേപ്പർ ഇതേ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്യും. സോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.